ഹലോ ഫ്രണ്ട്സ്, ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാം വളരെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന രണ്ട് സംഗതിയുണ്ട്. ഒരെണ്ണം കടലാണ്. ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ അടിക്കുന്നു. എത്ര സമയം വേണേലും എത്ര വെയിലാണെങ്കിലും പോലും കടൽ തീരത്ത് ഇങ്ങനെ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ കാര്യം ആനയാണ്. ആനേനെ ഇതുപോലെ തന്നെ നമ്മൾ നോക്കിയിരിക്കും. എത്ര ഉണ്ടാലും മതി വരാത്ത രണ്ട് കാര്യങ്ങളാണ് ആനയും കടലും. പക്ഷെ ഇപ്പം നമുക്ക് ആനയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആനയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന, അതും കൂട്ടത്തോടെ നേരിട്ട് കാണാൻ കഴിയുന്ന, എല്ലാ ദിവസവും ആന വരുന്ന ഒരു സ്ഥലമുണ്ട്. ഇടുക്കി ജില്ലയിലെ ആനക്കുളം എന്നൊരു സ്ഥലം, മാങ്കുളത്തിനടുത്തുള്ളതാണ് ആനക്കുളം. അവിടെ എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിൽ ആന കൂട്ടത്തോടെ വന്ന് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. ആ വെള്ളത്തിന് പ്രത്യേകം ഉണ്ട്. ഒരു പ്രത്യേക പൊസിഷനിൽ ആ ഒരു ആനക്കുളത്തെ ആറ്റിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ആനകൾ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ വെറുതെ ആറ്റിൽ നിന്ന് വെള്ളം കുടിക്കുകയല്ല ചെയ്യുന്ന, ആ ഒരു പ്രത്യേക പൊസിഷനിൽ ചെന്നിട്ട് തുമ്പിക്കൈ ആഴത്തിൽ താത്തി അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ മനോഹരമായ കാഴ്ച പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തിനടുത്തുള്ള ആനക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആനക്കുളം എന്ന് പറയാൻ പേര് വരാൻ കാരണം ആനകൾ നിരന്തരമായിട്ട് അവിടെ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ. ഞാനൊരു 15 വർഷത്തിന് മുമ്പ് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ആറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളമുണ്ടായിരുന്നു. പക്ഷെ ഓരോ വർഷം തോറും ആറുകളും തോടുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് ഇപ്പോൾ വെള്ളം കുറവ്. അപ്പോൾ ഈ ആന നടന്ന ഒരു ആനക്കൂട്ടത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അവിടെ ഒരു ആന വെള്ളം കുടിക്കുന്നത് കാണാം. അത് തുമ്പിക്കൈ വെള്ളത്തിലേക്ക് കുറച്ച് ആഴത്തിൽ താത്തുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തുകാരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന്. ആ ഒരു പ്രത്യേക പൊസിഷനുണ്ട്, അവിടുന്ന് ആന വെള്ളം കുടിക്കുകയുള്ളൂ. അവിടെ തുമ്പിക്കൈ കുറച്ച് ആഴത്തിലേക്ക്, അതായത് തുമ്പിക്കൈയുടെ നീളത്തിൻ്റെ ഒരു പകുതിയോളം വെള്ളത്തിനടിയിലേക്ക് അത് താഴ്ത്തി വിട്ടിട്ട് അവിടെ എന്തോ ഓരു വെള്ളം എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഓരു വെള്ളം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അത് ഉപ്പ് രസമുള്ള വെള്ളം അവിടുന്ന് വരുന്നുണ്ട്, അതാണ് ഈ ആനകൾക്ക് വളരെ പ്രിയം, അത് കുടിക്കാനാണ് വരുന്നതെന്നാണ് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ഇല്ല. അവിടെ പ്രദേശത്തുള്ള ആളുകൾ പറയുന്ന ഒരു വിവരണമേ നമുക്കുള്ളൂ. അപ്പോൾ ഏതായാലും കാട്ടാനകൾ കൂട്ടത്തോടെ ഇവിടെ വരുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ചെന്നാൽ നമുക്ക് നേരിട്ട് കാണാം. മിക്കവാറും എല്ലാ ദിവസങ്ങളും ഇതുപോലെ ആനക്കൂട്ടങ്ങൾ അവിടെ നമുക്ക് കാണാൻ തന്നെ സാധിക്കും. അപ്പോൾ ഇത് ഉൾക്കാടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഇത് കുട്ടമ്പുഴ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വനമേഖലയാണ്. ഇതിലൂടെ ഒരു വഴി പോകുന്നുണ്ട്. ഈ മാങ്കുളത്ത് നിന്ന് കുട്ടമ്പുഴ കൂടി പോകുമ്പോഴത്തേക്ക് വരുന്ന വഴിയുണ്ട്. പക്ഷേ അത് എത്രത്തോളം സേഫ്റ്റി ആണെന്ന് എനിക്കറിയില്ല. പണ്ട് പോലെ തന്നെ ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഈ ഒരു ദൃശ്യം കാണാൻ തക്കുന്ന ആളുകൾ വരുന്നത് കുട്ടമ്പുഴയിൽ നിന്നല്ല, മറിച്ച് ഒരു അടിമാലിൽ വന്നിട്ട് മാങ്കുളത്ത് വന്നിട്ട് മാങ്കുളത്ത് നിന്ന് ആനക്കുളം എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആനക്കുളത്തേക്ക് മാങ്കുളത്ത് നിന്ന് വലിയൊരു ദൂരമില്ല, ജീപ്പ് സർവീസൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിന് പരിസര പ്രദേശങ്ങളിൽ നമുക്ക് അത്യാവശ്യം ചായ കുടിക്കാനുള്ള ചെറിയ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ദൂരത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ക്ലാരിറ്റി അല്പം കുറവാണ്. കാരണം നമുക്ക് ഇങ്ങനെ ആനക്കൂട്ടങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോകാൻ തൊക്കണം അവിടുത്തെ ഗാർഡന്മാർ സമ്മതിക്കുന്നില്ല. അവിടെ ഉണ്ടാകുന്ന സാധ്യത ഏറെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിസ്റ്റൻസ് നിന്നിട്ട് വേണം നമുക്കിത് ഷൂട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. ഏതായാലും നമ്മൾ ആനകളെ നോക്കുമ്പോൾ നമുക്കറിയാം, ആനകൾ അത്ര നല്ല ശരീരപ്രകൃതി നന്നായിട്ട് മെഴുത്തിരിക്കുന്ന ആനയൊന്നുമല്ല. അപ്പോൾ തീറ്റയ്ക്കുള്ള കുറവൊക്കെ സ്വാഭാവികമായിട്ട് വനങ്ങളിൽ അതുകൊണ്ടായിരിക്കണം. ചില ആനകൾ വളരെ മെഴുത്തുരുണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ആനകൾക്ക് അത്രയൊരു മെഴുപ്പ് നമുക്ക് കാണുന്നില്ല. അല്പം മെലിഞ്ഞൊക്കെ ഇരിക്കുന്ന ആനയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും ചിലപ്പോൾ രോഗം ബാധിക്കാറുണ്ട്. വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയോ ഒക്കെ ആയിരിക്കാം കാരണങ്ങൾ. അതല്ലെങ്കിൽ തീറ്റയുടെ അഭാവങ്ങളായിരിക്കാം ചിലപ്പോൾ കാരണങ്ങൾ. പക്ഷേ വനത്തിൽ സ്വാഭാവികം തീറ്റ ഇല്ല എന്ന് നമുക്ക് നിഗമനം ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ ആനയെ ബാധിക്കുന്നത്. എന്താണെങ്കിലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. മൂന്നാറിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് സന്ദർശിക്കാൻ പറ്റിയ ഒരു ഇടമാണ്.
ആന ഇല്ലാതെ പോകത്തില്ല. മസ്റ്റായിട്ടും ആനയുണ്ട് എല്ലാ സമയത്തും. അതായത് ഒരു 4 മണിക്ക് ശേഷം 6 മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത് ഈ ആനകൾ ഇതുപോലെ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് ഇവിടെ നിൽക്കാറുണ്ട്. അത് എല്ലാ ദിവസവും തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആനയെ കാണാൻ വരുന്നവർ നിരാശരായി മടങ്ങേണ്ട സാഹചര്യം സ്വാഭാവികമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന ഒരു സംഗതിയുള്ളൂ. അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഈ പ്രകൃതിയുടെ ഈ ഒരു കാഴ്ച, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളെ കാണാനുള്ള ഈ കാഴ്ചയും നമ്മളൊരിക്കലും മിസ്സാക്കുന്നതല്ല. കാരണം നമ്മൾ ഈ മാങ്കുളത്തേക്ക് പോകുമ്പോൾ തന്നെ തേയിലത്തോട്ടങ്ങളും മൂന്നാറിൻ്റെ ഭാഗമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ ഇടതൂർന്ന വനങ്ങൾ എല്ലാം ചേർന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. കണ്ണിന് കുളിർമയേകുന്നു, അതോടൊപ്പം തന്നെ ശരീരത്തിനും കുളിർമയുണ്ട്. കാരണം വലിയ വെയിലിൻ്റെ ഒരു ചൂട് അനുഭവപ്പെടാത്ത സ്ഥലമാണ്, തണുപ്പുണ്ട്. ഈ വനം അതുപോലെ നിബിഡമായതുകൊണ്ട് നമുക്കതിൻ്റെയും ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയും. പിന്നെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മിസ്സാക്കാതെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിന് വളരെയധികം കുളിർമയേകി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് കാഴ്ചകൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് അധികാരികൾ പ്രകൃതിയോട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അങ്ങനെ നമുക്ക് ഈ ഭംഗിയെല്ലാം നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.